ഓക്കെ, നെക്സ്റ്റ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്ന റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ബേസ് ചെയ്തിട്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റലാണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് മൊത്തം ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ മുകളിൽ, അതായത് ആ ഒരു നെറ്റ് വർത്തിൻ്റെ മുകളിൽ നിന്ന് തിരിച്ചിട്ടുള്ള റിട്ടേൺ എന്താണെന്നാണ് നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ദെൻ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് ജസ്റ്റ് എത്രത്തോളമാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ എന്നുള്ളതായിരുന്നു. അതായത് ഷെയർ ഹോൾഡേഴ്സ് മീൻസ് ബോത്ത് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അവിടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഉള്ള നെറ്റ് പ്രോഫിറ്റ് ആർക്കൊക്കെ ആയിരിക്കും? ഒന്ന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും, അതേപോലെ തന്നെ ഒന്ന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പ്രോഫിറ്റ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റലാണ്. അപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിരുന്നത് അതിൽ എന്താണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സും ഇൻട്രസ്റ്റും മൈനസ് ചെയ്യുന്നതിന് മുൻപുള്ള നെറ്റ് പ്രോഫിറ്റാണ് നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്തിരുന്നത്. ദെൻ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്തിരുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. അതായത് നെറ്റ് പ്രോഫിറ്റ് എന്ന്, അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും ഇൻട്രസ്റ്റും ടാക്സും കഴിച്ചിട്ടുള്ള നെറ്റ് പ്രോഫിറ്റാണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, ദെൻ റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻറ്റും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, കമ്പാരിസൺ മേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ റേഷ്യോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ, ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ കമ്പനി ഫ്രം ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ can be assessed in terms of return to equity shareholders to the amount of capital invested by them. അതായത് ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നോട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ അവർക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന റേഷ്യോയിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏത് പ്രോഫിറ്റിൻ്റെ മുകളിലായിരിക്കും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുക? അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്രയാണോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ഡിവിഡൻഡ് അതും കൂടി കഴിച്ചിട്ട് ബാക്കി വരുന്ന നെറ്റ് പ്രോഫിറ്റ്, അതായത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. അതായത് നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ഇൻട്രസ്റ്റ് ദെൻ ടാക്സ് കിട്ടുന്നത് എന്താണ്, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് കിട്ടുക. അതിൽ നിന്ന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് കൂടി കഴിച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് ആണ് നമ്മളിവിടെ നെറ്റ് പ്രോഫിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്, ടാക്സും അതായത് ഇൻട്രസ്റ്റും ടാക്സും പ്രിഫറൻസ് ഡിവിഡൻഡും കഴിച്ചിട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള നെറ്റ് പ്രോഫിറ്റ് ആർക്കുള്ളതാണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൻ്റെ മുകളിൽ എത്രത്തോളമാണ് അവർക്ക് റിട്ടേൺ കിട്ടുന്നത്, എത്ര പെർസെൻറ്റേജ് റിട്ടേൺ ആണ് അവർക്ക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന റേഷ്യോ യൂസ് ചെയ്യുന്നത്. സോ റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. ഇവിടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റലും നമ്മൾ പെർസെൻറ്റേജസിലാണ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്, റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ എങ്ങനെയാണ്, പെർസെൻറ്റേജസിലാണ് അവിടെ റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹിയർ ദ നെറ്റ് പ്രോഫിറ്റ് ഇസ് ദ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്.
Here, equity shareholders fund include equity capital and reserves and surplus. പിന്നെ ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും? ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റലും റിസർവ്സും സർപ്ലസും. നമ്മളിതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന റേഷ്യോയിൽ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റൽ കൂടി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഓൺലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ക്യാപിറ്റൽ റിസർവ്സ് സർപ്ലസ് ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഈ ഒരു റേഷ്യോയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ റേഷ്യോ ഇസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ടു നോ ദ പ്രോഫിറ്റ്സ് ഏൺഡ് ബൈ ദ കമ്പനി. They are also interested to know how much profit is made available to pay dividends to them. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും എന്താണ് കമ്പനിക്ക് എത്രത്തോളമാണ് കമ്പനി എത്രത്തോളം പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ടെന്ന്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഏൺ ചെയ്ത പ്രോഫിറ്റിൽ അവർക്ക് എത്രത്തോളം ഡിവിഡൻഡ് കിട്ടാനുള്ള സാധ്യതകളുണ്ട് ആ പ്രോഫിറ്റിൽ നിന്ന്, ഇതറിയാനും കൂടിയുള്ള റൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് ആർക്കുണ്ട്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ദിസ് റേഷ്യോ ഇസ് മോർ മീനിങ്ഫുൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഷ്യോ ആർക്കാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ അല്ലെങ്കിൽ മീനിങ് ആയിട്ട് വരുന്നത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണേഴ്സ് ഓഫ് ദ ബിസിനസ് ആണ്. അവർക്ക് ഓണേഴ്സിന് എത്രത്തോളം റിട്ടേൺ ഉണ്ട് എന്നുള്ളതാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എന്ന റേഷ്യോയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. തൊട്ട് മുന്നേ നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിലും അതേപോലെ തന്നെ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. നേരത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ്. നെറ്റ് ഫിക്സഡ് അസറ്റ് ബ്രാക്കറ്റ് ഇക്വിറ്റി ക്യാപിറ്റൽ 75,000, പ്രിഫറൻസ് ക്യാപിറ്റൽ 50,000. ഇവിടെ 10% പ്രിഫറൻസ് ക്യാപിറ്റൽ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 10% എന്ന് പറയുന്നത് പ്രിഫറൻസ് ക്യാപിറ്റലിൻ്റെ 50,000 മുകളിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻറ്റിൻ്റെ പെർസെൻറ്റേജ് ആണ് 10% എന്ന് പറയുന്നത്. ദെൻ ഡിബഞ്ചേഴ്സ് 1 lakh, റിസർവ്സ് 24,000, ടോട്ടൽ നെറ്റ് ഫിക്സഡ് അസറ്റ്സ് 2,50,000 ആണ് പറയുന്നത്. ദെൻ കറൻറ്റ് അസറ്റ്സ് 1,50,000, കറൻറ്റ് ലയബിലിറ്റീസ് 75,000, ഗ്രോസ് പ്രോഫിറ്റ് 1,06,000, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് 24,000, സെല്ലിംഗ് എക്സ്പെൻസസ് 30,000, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് 12,000, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 14,000 ആൻഡ് നെറ്റ് പ്രോഫിറ്റ് 26,000. അപ്പോൾ ഇത്രയാണ് കമ്പനിയുടെ ഡാറ്റാസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങളോട് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൊല്യൂഷൻ നമുക്ക് നോക്കാം. Return on equity capital is equal to net profit after tax and preference dividend divided by equity shareholders fund into 100 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഈ നെറ്റ് പ്രോഫിറ്റ് 26 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഇൻട്രസ്റ്റും ടാക്സും ഒക്കെ മൈനസ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു 26,000 നിന്ന് എന്തേ മൈനസ് ചെയ്യാനുള്ളൂ? പ്രിഫറൻസ് ഡിവിഡൻഡ് കൂടി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണെന്ന് അറിയണ്ടേ? അതാണ് നമുക്കിവിടെ ക്വസ്റ്റ്യനകത്ത് പ്രിഫറൻസ് ക്യാപിറ്റൽ 50,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 50,000 മുകളിൽ 10% പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ്. അങ്ങനെയാണെങ്കിൽ പ്രിഫറൻസ് ഡിവിഡൻഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 50,000 മുകളിൽ 10%. 50,000 × 10/100, 5,000 ആണ് പ്രിഫറൻസ് ഡിവിഡൻഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഓൾറെഡി 26,000 നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. അതിൽ നിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് ആയിട്ടുള്ള 5,000 മൈനസ് ചെയ്ത് 21,000 ആണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് ഏതൊക്കെയാണ്? ഒന്ന് ഇക്വിറ്റി ക്യാപിറ്റൽ 75,000, പിന്നെ പ്രിഫറൻസും വരില്ല, ഡിബഞ്ചറും വരില്ല, 24,000 റിസർവ്സ്. പിന്നെ ഏതുകൂടി വരും? നമ്മൾ കണ്ടുവച്ചിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ
പ്രിഫറൻസ് ആൻഡ് ഡിവിഡൻഡ്, അതായത് 26,000 ആയിരുന്നു നെറ്റ് പ്രോഫിറ്റ്, അതിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ മാത്രം ഫണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രിഫറൻസിൻ്റെ 5,000 ഡിവിഡൻഡ് കഴിച്ചിട്ട് 21,000 നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഈ റിസർവ്സിലേക്ക് നമ്മൾ, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലേക്ക് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 75,000 ഇക്വിറ്റി ക്യാപിറ്റൽ, 24,000 റിസർവ്സ്, 21,000 ഈ പറഞ്ഞിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ്. അപ്പോൾ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് കാണുമ്പോൾ അതുകൂടി കൂട്ടണം, കാരണം അത് പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 1,20,000. ദെയർഫോർ ഇക്വിറ്റി return on equity capital is equal to net profit after tax and preference dividend is 21,000 divided by equity shareholders fund, that is 1,20,000 into 100, 17.5% ആണ് ആർക്കുള്ള ഡിവിഡൻഡ്, നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാകുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ റിട്ടേൺ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് നോട്ട് ബാഡ്. It is satisfactory level of equity shareholders fund or equity shareholders return on their investment. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ കിട്ടുന്ന ഒരു ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ തന്നെയാണ് എന്ത് 17.5 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മോർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൂടുതലായിട്ട് എന്താണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ്, അവരുടെ റിട്ടേൺ കൂടുതലാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ വരുന്ന റേഷ്യോസ്. ആകെ 3 റേഷ്യോ ആണ് പറയുന്നത്: റിട്ടേൺ ഓൺ ഇക്വിറ്റി, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആൻഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള റേഷ്യോ എന്ന് പറയുന്നത് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് ആണ്. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ റേഷ്യോസ് എന്ന ചാപ്റ്ററിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ് ഓർ നാച്ചേഴ്സ് കംപ്ലീറ്റ് ആവും. ഫങ്ഷൻ അല്ലെങ്കിൽ നാച്ചറിൻ്റെ ബേസ് ചെയ്തിട്ട് മേജർ 5 റേഷ്യോസ് ആണ് പറഞ്ഞിരുന്നത്. ഒന്ന് ലിക്വിഡിറ്റി റേഷ്യോ, ദെൻ ലിക്വിഡിറ്റി റേഷ്യോസ്, ലിവറേജ് റേഷ്യോസ്, ദെൻ ആക്ടിവിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ദെൻ ലാസ്റ്റ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. അപ്പോൾ ഇതിൽ നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോ കംപ്ലീറ്റ് ചെയ്തു, ലിവറേജ് റേഷ്യോ കംപ്ലീറ്റ് ചെയ്തു, ആക്ടിവിറ്റി റേഷ്യോസ് കംപ്ലീറ്റ് ചെയ്തു, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് ആണ്. ലിക്വിഡിറ്റി റേഷ്യോസിൽ വരുന്ന ഏതൊക്കെയായിരുന്നു? കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ. ലീവറേജ് റേഷ്യോയിൽ മേജർ റേഷ്യോസ്, സ്ട്രക്ചറൽ റേഷ്യോസ്, അതുപോലെ തന്നെ കവറേജ് റേഷ്യോസ്. സ്ട്രക്ചറൽ റേഷ്യോസിലാണ് നമ്മൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, അതേപോലെ തന്നെ പ്രൊപ്രൈറ്ററി റേഷ്യോ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ കവറേജ് റേഷ്യോയിൽ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ഒക്കെയാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി റേഷ്യോയിൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോസ് ഒക്കെയാണ് ആക്ടിവിറ്റി റേഷ്യോസിൽ പറയുന്നത്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.